ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോച്ച് പൊട്ടേറ്റോസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിടുക്കാച്ചി ഇളനീർ പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാൻ നമുക്ക് നാല് ഇൻഗ്രീഡിയൻസ് മതി. ഇളനീര്, പാല്, പഞ്ചസാര, പിന്നെ നമ്മളൊരു അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസും. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത പുഡിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗസ്റ്റിന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ സോക്ക് ചെയ്യാൻ വെക്കലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു 3 ഗ്രാം ചൈന ഗ്രാസ് കഷ്ണാക്കിയിട്ടിട്ട് നമ്മളതിലോട്ട് 2 കപ്പ് ഇളനീർ വെള്ളമാണ് സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് 90 cc കപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 80 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 2 കപ്പാണ് ഇളനീർ വെള്ളം എടുത്തത് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ കസിൻ്റെ കല്യാണമായിരുന്നു മിനിഞ്ഞാന്ന്. ഞങ്ങളുടെ നാട്ടിൽ പുതുപ്പെണ്ണിനും പുതുച്ചെക്കനെയും വീട്ടിലോട്ട് സൽക്കരിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അവരായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ഗസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് മൊത്തം. പക്ഷേ അവർ ഓൾറെഡി ഒരെണ്ണം ഏറ്റതായിരുന്നു. ഷെടാ, കുടുങ്ങിപ്പോയി. എന്നാൽ പോട്ടെ, നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എന്തായാലും ഓൾറെഡി അവർ ചോറായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ രാത്രിയും ചോറ് കൊടുത്തിട്ട് വെറുതെ അവർ വെറുപ്പിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെറൈറ്റിക്ക് ഒരു പത്തിരി, പൊറോട്ട, ചിക്കൻ അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിവിടെ ഇളനീരിൻ്റെ ഉള്ളിലെ പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള ഈ പ്രായത്തിയിട്ടുള്ള ഇളനീര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ പ്രായത്തിന്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളിതൊരു ജാറിലോട്ട് മാറ്റിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്കിവിടെ ഒരു ഇളനീരിൻ്റെ പൾപ്പേ കിട്ടിയുള്ളൂ കേട്ടോ. ഒരെണ്ണം വെറും കരിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ 2 എടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാണെങ്കിലും കുഴപ്പമില്ല, 2 ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പൾപ്പിലോട്ട് ഒരു കപ്പ് വേണമെന്നില്ല, ഒരു 1/4 കപ്പായാലും കുഴപ്പമില്ല, 1/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരു ടീസ്പൂണ് ഷുഗറും പിന്നെ 2 ഏലക്കായും. ഏലക്കായ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല ഫൈനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ അത് നമുക്ക് കിട്ടുക. നമുക്കവിടെ മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് മുന്നേ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അഗർ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ബോയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെവിടെ നിർത്തിയേ? ഗസ്റ്റിൻ്റെ കാര്യമല്ലേ. ഫുഡിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോഴാണ് വീട്ടിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഇളനീരിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എന്നാൽ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഒരു വെറൈറ്റി ആണതാനും, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണല്ലോ അതിന്. എനിവേ, നമ്മുടെ സാധനം പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. അഗറുകൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തിലൂടെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പം അരിക്കാൻ മറക്കരുതേ. ഇനി അത് കുറച്ച് നേരം ഒരു 1/2 മിനിറ്റ് പുറത്തിരിക്കട്ടെ, നന്നായിട്ടൊന്ന് കൂളാവട്ടെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലോട്ട് നമുക്ക് 4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്ന കപ്പിൻ്റെ സൈസ് 80 ഗ്രാമാണ്. അതിലോട്ട് അതേ അളവ് കപ്പിൽ 1 കപ്പ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേ കപ്പിൽ 1 കപ്പ് നമ്മൾ ഓൾറെഡി മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൾപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിക്കുക കേട്ടോ. നന്നായി തിളപ്പിക്കുക. തിളക്കാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 4 to 5 സെക്കൻഡൊക്കെ ടൈം എടുക്കും കേട്ടോ. 3 to 2 മിനിറ്റൊക്കെ തിളയ്ക്കാനെടുക്കും. അത് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. ഇതുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പണി ചെറുതായിട്ടൊന്ന് പാളിയൊന്നും ഡൗട്ട്. കാരണം ഇതൊരു കപ്പ് പൾപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഇന്ന്. അപ്പോൾ ഇത് കപ്പ് പൾപ്പ് മതിയാവുമോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷേ
റിസൾട്ട് അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ സൊല്യൂഷൻ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്, അതായത് കുറച്ച് തിക്കായിട്ടുണ്ടായിരിക്കും നമ്മളുടെ മിൽക്ക്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് ചൂടാക്കുക. നമുക്കിതിനി മാറ്റി വെക്കാം കേട്ടോ. കുറച്ചൊരു 1/2 മിനിറ്റ് ഇതും ഒന്ന് കൂളാവട്ടെ. അപ്പോൾ ഈ രണ്ടും നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ അഗറഗറും അതേപോലെ തന്നെ കോക്കനട്ടിൻ്റെ അല്ലെങ്കിൽ ഇളനീരിൻ്റെ വെള്ളമുള്ള അത് ഇപ്പോൾ ഓൾറെഡി ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും, ഒന്ന് സോൾഡിഫൈ ആയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എപ്പോഴും ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫൈനായിട്ടുള്ള പീസസ് ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിനും പിന്നെ കാണാൻ കുറച്ചുകൂടെ ഭംഗിക്കും ഇത്തിരി സൈസ് നല്ല കുറവല്ല നല്ല കൂടുതലല്ല, അത് ചെറിയൊരു മീഡിയം സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. നമ്മളുടെ ജെല്ല് നന്നായിട്ട് സോൾഡിഫൈ ആയി ഇത് ഈ പരുവത്തിലായിരിക്കും കേട്ടോ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക. നല്ല ക്രിസ്റ്റൽസ് പോലെ ഇരിക്കും കാണാൻ. ഇത് കാണുന്ന പലരും ഓൾറെഡി മുന്നേയൊക്കെ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കട്ട ഷോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ആകെ പണി പാളിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഗറഗർ കുറഞ്ഞു പോയി, കറക്റ്റ് സോൾഡിഫൈ ആയില്ല. അടുത്തത് ആണെങ്കിൽ ഒരുപാട് കൂടിപ്പോയി. അപ്പം നല്ല നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ നന്നായിട്ട് കുറുകിപ്പോയി. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് എന്തായാലും കിടക്കി കേട്ടോ. പുതിയാപ്പിളുടെയും അവരുടെ കഴിച്ചിട്ടുള്ള റിവ്യൂ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. നന്നായിട്ട് പറഞ്ഞു അവർ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഷെയർ ചെയ്യാനുള്ള ഞങ്ങളുടെ കോൺഫിഡൻസ് ഇരട്ടിയായി. നമുക്കിനി ഈ ക്രിസ്റ്റൽസ് നമ്മളുടെ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. നമ്മൾ ഏത് ട്രേയിലാണ് പുഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലും ഇളനീരും എല്ലാം ഉള്ള ആ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല നോർമൽ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഫില്ലിംഗ് വേണ്ടത് അത്ര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് കൂടി സെറ്റായിട്ടോ. ഇനി നമ്മളിതിനെ ഒരു മിനിമം 3 ഹവറിങ്ങിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്യുത്തമം. അത് ഭയങ്കര നന്നായിട്ട് കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ഓവർനൈറ്റിന് ടൈമില്ലെങ്കിൽ 3 ഹവർ ആയാലും മതി. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പുഡിങ്ങിൻ്റെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ഫ്രം കോഷ് പൊട്ടേറ്റോസ്.